പലപ്പോഴും ഈ പ്രശ്നങ്ങളിൽ പിടിയിലാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ കണ്ട രാഹുൽ ഒരല്പം ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് നടന്നു പോകുന്ന രാഹുലിനെയാണ് കണ്ടത്. അതൊരു പക്ഷേ തനിക്ക് ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം തന്നെയായിരിക്കും അതിന് കാരണം. ഇന്നിപ്പോൾ മറിച്ച് സംഭവിക്കാനുള്ള കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രതി കേരള നിയമസഭാ സാമാജികനാണ്, ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ സ്വാധീനത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്കെതിരെ ഭീഷണി മുഴക്കിയിട്ടുള്ളയാളാണ്. അപ്പോൾ മേലിലും അതുപോലെയുള്ള ഭീഷണി, ജീവന് തന്നെ അപകടത്തിലാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ്. അതുപോലെ ഇതിന് മറ്റൊരു വശം എന്താണ്, ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത രീതിയിലുള്ള അപമാനിക്കലുകൾ അത് അതിജീവിതമാർ നേരിടുന്നു. പക്ഷേ ഈ അതിജീവിത വളരെ കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ മുതൽ കൃത്യമായി DNA സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ച ആ നിലപാടുകൾ തന്നെയാകാം ഒരുപക്ഷെ SITക്ക് ഗുണകരമായി വന്നത്, അനുകൂലമായി വന്നത്. സ്മിത, തീർച്ചയായും ഇതിൽ നമ്മൾ പരിശോധിച്ചാൽ 3 കേസുകളാണ്. ഒന്നാമത്തെ കേസിൽ രാഹുലിന്റെ സാമർത്ഥ്യമൊക്കെ ഉപയോഗിച്ച് ഒളിവിൽ കഴിഞ്ഞിട്ടും ഒടുവിൽ ജാമ്യം സംഘടിപ്പിച്ചിട്ട് പോലും ഈ രക്ഷപ്പെടുമ്പോഴാണ്, അങ്ങനെ ജാമ്യത്തിലൂടെ രക്ഷപ്പെടുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പരാതിക്കാരി രംഗത്ത് വരുന്നത്. ആദ്യ കേസിൽ എന്തു സംഭവിച്ചോ അത് തന്നെ രണ്ടാമത്തെ കേസിലും സംഭവിക്കുന്നു. മുൻകൂർ ജാമ്യത്തിന് മുന്നിൽ ആ പരാതിക്കാരിയും പിന്നോട്ട് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർക്കും നിരാശയോടെ മടങ്ങേണ്ടി വരുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ പരാതിക്കാരുടെ വരവ്. പക്ഷേ അതിൽ രാഹുലിന്റെ സാമർത്ഥ്യമോ മറ്റോ ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ളിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് രാഹുലിനെ പിടികൂടുകയായിരുന്നു. എന്തായാലും മൂന്നാമത്തെ കേസിൽ അത്ര ചെറിയ പിടിവീഴലല്ല രാഹുലിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ എന്നുള്ള ഒരു പരാമർശമാണ് ഉള്ളത്. ഒപ്പം ഇയാൾ MLA ആണ്, ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള ആളാണ്. ഇയാളുടെ സ്വാധീനത്താൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയുണ്ട് എന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആവശ്യം. ഒപ്പം ഈ മുൻപ് രജിസ്റ്റർ ചെയ്ത FIRകളിലൊക്കെ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ കേസിലും ആവർത്തിക്കാൻ സാധ്യത എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അത് അതിജീവിതമാരുടെ ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതായത് സ്ഥിരം കുറ്റവാളിയായ രാഹുൽ ഇത്തരത്തിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് പോയാൽ അതിജീവിതമാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഒപ്പം ഈ പ്രതിയിൽ നിന്നും ഈ പിടിച്ചെടുത്ത ഫോണ്, അതിൻ്റെ സ്ക്രീൻ പാറ്റേൺ എന്നിവ, അതായത് ലോക്ക് പാറ്റേൺ പറഞ്ഞു തരാൻ രാഹുൽ വിസമ്മതിച്ചു. ആയതിനാൽ പ്രതി നിലവിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഇതും റിമാൻഡ് റിപ്പോർട്ടിൽ 7ാമത്തെ പോയിന്റായി പോലീസ് എഴുതി ചേർത്തിട്ടുള്ളതാണ്. പ്രതിയുമൊത്ത് ഈ സ്ഥലങ്ങളിൽ തെളിവ് ശേഖരിക്കുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് നിലവിലിപ്പോൾ റിമാൻഡിലാണ്. അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി രാഹുലുമായുള്ള തെളിവെടുപ്പ് ഈ ഹോട്ടലിലടക്കം നടത്തേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ, തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ എത്തിച്ച ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അവിടെ അതിക്രൂര ലൈംഗിക അതിക്രമമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും ഈ പരാതിയിലും ഒപ്പം ഇതിന് ശേഷമുള്ള റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ പറയുന്നുണ്ട്. ഈ പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകളടക്കം അതിജീവിതർ നഗ്ന വീഡിയോ കോൾ പകർത്തി അത് പ്രതിയുടെ സ്വന്തം മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് അതിന്റെ സാന്നിധ്യം കണ്ടെത്തണം. അതങ്ങനെ ഫോണിൽ അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ അത്യന്താപേക്ഷിതമാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്. ഈ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതാണ് നിരവധി വീട്ടമ്മമാരെയും അവിവാഹിതകളായ യുവതികളെയും വിവാഹ വാഗ്ദാനം നൽകി ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പദവി ദുരുപയോഗം ചെയ്തു. ഒപ്പം രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. രാഹുലിനെ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ എത്തിച്ചു. ഒപ്പം രാഹുൽ സ്ഥിരം കുറ്റവാളി എന്ന റിപ്പോർട്ടിന്റെ ബലം, യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം അന്വേഷണ സംഘത്തെ രാഹുൽ വെല്ലുവിളിക്കുന്നതും നമ്മൾ കണ്ടു. ഷിജോ കുര്യനും അശ്വിൻ പാലാഴിയുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.